ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്കറിയാം തിങ്കളാഴ്ച +2 മാത്സ് എക്സാം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കെമിസ്ട്രി എക്സാം ഇന്നലെ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല ടഫായിരുന്നു. അതിൽ കുറേ കുട്ടികൾ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്താൽ കുറേ കുട്ടികൾ കുറേ കമൻസ് ഒക്കെ ഇട്ടായിരുന്നു. സാർ, നമ്മൾ അവസാന നിമിഷമാണ് പഠിക്കാൻ തരുന്നത്, നമുക്ക് സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. എക്സാക്ട്ലി കറക്റ്റ് ആയിരുന്നു. ഫിസിക്സ് ബയോളജി കഴിഞ്ഞ് ഉടനെ കെമിസ്ട്രി എക്സാം ഒന്നും നിങ്ങൾക്ക് സമയം കിട്ടിയില്ല. പക്ഷെ നമുക്ക് മാത്സിന് സമയമുണ്ട്. അപ്പോൾ നമുക്കിനി മാത്സ് ക്വസ്റ്റ്യൻ ഇനി ഒരിക്കലും നമ്മൾ പറയരുത് മോഡൽ ഈസി ആയതുകൊണ്ട് +2 മാത്സും ഈസി ആക്കണമെന്ന് ഇനി നമ്മൾ പറയരുത്. ഫിസിക്സ് ടഫായിരുന്നു, കെമിസ്ട്രി ടഫായിരുന്നു, സോ മാത്സ് മോഡലും ടഫായിരിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മാത്സ് എക്സാം എഴുതാൻ പോവുക. മാത്സ് എക്സാം ടഫായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ പോവുക. അപ്പോൾ ഇനി ഒരു എക്സ്പെക്റ്റേഷൻ വേറെ ഒന്നും വേണ്ട. ഈസി എന്ന് പറഞ്ഞ എക്സ്പെക്റ്റേഷൻ മാത്സിന് വേണ്ട. ഓക്കെ, അപ്പം മാത്സിന് എങ്ങനെ പാസ്സാകാൻ? ഞാൻ കുറേ കുട്ടികൾ ഇന്നലത്തെ കമൻറ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കുറേ കുട്ടികൾ ഒന്നും പഠിക്കുന്നില്ല. അവർ ജസ്റ്റ് പാസ്സാകാൻ വേണ്ടി വരുന്ന കുറേ കുട്ടികളുണ്ട്. ബാക്കി ഒരുവിധം പഠിക്കുന്ന കുട്ടികൾ അവർ മാർക്ക് വാങ്ങിക്കും, ഷുവറാണ്. ഓക്കെ, അപ്പം എങ്ങനെ 30+ മാർക്ക് വാങ്ങിക്കാം? അപ്പം നമുക്കിനി ഒരു കാരണവശാലും നമ്മൾ ക്വസ്റ്റ്യൻസ് തരുന്നില്ല. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അധ്യാപകർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന പോലെ മാർക്ക് ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ഈ വർഷം വരാൻ സാധ്യതയുള്ളതെന്ന് അവർ മനസ്സിലാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്ഥിരം നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല മാത്സിന്. സോ ജയിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ഇനി 5 ദിവസമുണ്ട്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 6 ചാപ്റ്റർ പഠിക്കാം. വേറെ ഒരു നിവർത്തിയില്ല, 6 ചാപ്റ്റർ പഠിക്കാം. മെട്രിക്സ് അതിൽ 5 ചാപ്റ്റർ കൺഫേം പഠിക്കാം. മെട്രിക്സ്, ഡിറ്റർമിനൻസ്, വെക്ടർ, 3D, LPP ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. ഏതൊരു കൊച്ചിനും 6 മാർക്ക് LPPയിൽ വാങ്ങിക്കാൻ പറ്റും. മെട്രിക്സിൽ 7 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എത്രയായി? 13. ഡിറ്റർമിനൻസ് 6 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. എത്രയാ? 19. വെക്ടർ 7 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. എത്രയാ? 26. ഇത് 4 മാർക്ക് 30. ഇനി റിലേഷൻ ഫംഗ്ഷൻ 7 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. പോട്ട് ഇതിലൊരു 5 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചെന്ന് വിചാരിച്ചോ. മെട്രിക്സിൽ ഒരു 6 മാർക്ക് വാങ്ങിച്ചാലും, ഡിറ്റർമിനൻസിൽ 5 വാങ്ങിച്ചാലും, വെക്ടറിലൊരു 6 മാർക്ക് വാങ്ങിച്ചാലും, ഇതിൽ 4 ഇതിൽ 6 തന്നെ വാങ്ങിക്കാൻ പറ്റും. 10, 16, 20, 22, 32 മാർക്ക് കിട്ടും. എങ്ങനെ പോയാലും 30+ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് കെമിസ്ട്രി തന്ന പോലെ മെറ്റീരിയൽ ഒന്നും തരുന്നില്ല. ഈ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അതിൽ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, റിലേഷൻ ഫങ്ഷൻസ് ഈ 3 ചാപ്റ്ററിൻ്റെയും ഒരു 3 പാർട്ടൊക്കെ വെച്ചോളൂ, 3 or 4 പാർട്ട് വെച്ചോളൂ. അത് കാണുക, ചാപ്റ്റർ ഫുൾ പഠിക്കുക. വേറെ ഒരു നിവർത്തിയില്ല. അറിയാവുന്ന കുട്ടികൾ ഓക്കെ, അറിയാത്തവർ അത് കണ്ട് പഠിക്കാം. മെറ്റീരിയൽ ഒന്നും ചോദിക്കരുത്. നിങ്ങൾക്ക് മെറ്റീരിയൽ നോക്കി മനസ്സിലാക്കാനൊന്നുമില്ല, മാത്സ് നോക്കി പഠിക്കാൻ ഒന്നുമില്ല. മനസ്സിലാക്കി പഠിക്കുക. ആ വീഡിയോ കാണുക, മെട്രിക്സ് ചാപ്റ്റർ പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ വേണം ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ബാക്കി ചാപ്റ്റേഴ്സ് വെക്ടറും 3D LPP ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. LPP ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 കൂടെ ചെയ്തു തരാം. LPP ഈസിയാണ്. 2 കൂടെ ഞാൻ വർക്കൗട്ട് ചെയ്തു തരാം. ഈ 2 ചാപ്റ്റർ ഞാൻ ലൈവ് ചെയ്യും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ 2 ചാപ്റ്റർ ഞാൻ ലൈവ് ചെയ്യും. ടൈമിനെ അറിയിക്കും. ആ ലൈവിൽ കയറിക്കോണം എല്ലാ കുട്ടികളും. 100% നിങ്ങൾക്ക് 7+4 11 വെക്ടറിലും 3Dയിലും എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 100% കിട്ടിയിരിക്കും. ഇനി എക്സാം ടഫായിട്ട് അയ്യോ സാറേ ടഫായി എന്ന് പറഞ്ഞ് കിടന്ന് കരയരുത്, സങ്കടപ്പെടരുത്. കാരണം നമ്മൾ പഠിച്ചാലേ രക്ഷയുള്ളൂ, പഠിച്ചാലേ ജയിക്കൂ. അല്ല തലേന്ന് ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഇനി പറഞ്ഞിട്ട് ഇനി ചിലപ്പോൾ അതെന്ത് ചെയ്ത് വരത്തില്ല, നമ്മൾ ജയിച്ചെന്ന് വരത്തില്ല. പഠിച്ചാലേ ജയിക്കും. സോ പഠിക്കാൻ സമയമുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു 6 ചാപ്റ്റർ നമ്മൾ പഠിക്കാം. പ്ലസ് ഇതിൻ്റെ ബോണസ് പോയിന്റുകൾ പറഞ്ഞുതരാം. ബാക്കി ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ ഡിഫറൻസിയേഷനും പ്രഡിക്റ്റ് ചെയ്യും. ഇൻ്റഗ്രേഷനും പ്രഡിക്റ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനും പ്രഡിക്റ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്രഡിക്റ്റ് ചെയ്യും. പ്രോബബിലിറ്റിയും പ്രഡിക്റ്റ് ചെയ്യും. ബാക്കി 3, 2, 5, 6 ചാപ്റ്റർ. ഇനി ഒരു ചാപ്റ്റർ കൂടെ ഉണ്ടല്ലോ, ഇൻവേഴ്സിലെ ക്വസ്റ്റ്യനും. ഇത്രയും ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്ത് തരും. ഇത് പഠിച്ചതിന് ശേഷം ഇതിൽ പ്രഡിക്റ്റ് ചെയ്യുന്ന 1-2 ക്വസ്റ്റ്യൻസേ പ്രഡിക്റ്റ് ചെയ്യുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വയ്ക്കുക. ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അത് ചോദിക്കുകയാണെങ്കിൽ ബോണസ് അല്ലേ. ഇത് മാത്രം നിങ്ങൾ നോക്കണ്ട. ഈ 6 ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കുന്നു. പ്ലസ് ഇതിന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്നു. അപ്പം നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് 30+ മാർക്ക് കിട്ടിയിരിക്കും. ഇതിൽ നിന്ന് ഏത് ചോദിച്ചാലും നിങ്ങൾ എഴുതും. അപ്പോൾ 30+ മാർക്ക് ആയില്ലേ.
ബാക്കി ഇതിൽ നിന്ന് പ്രഡിക്റ്റ് ചെയ്ത് ബാക്കി ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കണ്ട. ഇനി പ്രഡിക്റ്റ് ചെയ്താമെന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല വിത്ത് വീഡിയോ അടക്കം ഞാൻ തരും. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മാത്രം മതി. മനസ്സിലായോ? പിടികിട്ടിയോ? ക്ലിയർ ആണേ? അപ്പം അങ്ങനെ പഠിച്ചാലേ രക്ഷയുള്ളൂ. അങ്ങനെ പഠിക്കുക. എന്നിട്ട് ഇത് പഠിക്കാതെ ഇനി വന്ന് സാറേ എക്സാം പാടായിരുന്നു, ആനയാണ് പൂനെയാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഓക്കെ, അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി പഠിച്ചാലേ രക്ഷയുള്ളൂ. പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇനി ചുമ്മാ എല്ലാ ചാനലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ലൈവും കണ്ടുകൊണ്ടിരുന്നാലൊന്നും മാത്സ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ചെയ്ത് പഠിക്കുക. ഇത് റെക്കോർഡഡ് വീഡിയോകളാണ്, പണ്ട് ഞാൻ ചെയ്ത വീഡിയോസാണ്. ഞാൻ അത് ഈ ഒരു ദിവസം ഒന്ന് ഫുൾ സോർട്ട് ചെയ്താൽ അങ്ങ് ചാനലിൽ പല സ്ഥലങ്ങളിലായിട്ട് കിടന്ന് ഞാൻ ഫുൾ സോർട്ട് ചെയ്ത് ഒരു പ്ലേലിസ്റ്റിലാക്കി മാറ്റി നിൽക്കുന്ന തരയാണ്. ഓക്കെ, ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ ഗ്രൂപ്പിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പം പഠിക്കുക. പ്ലസ് ഇതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യാം. വരാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒന്ന് വർക്ക് ചെയ്തിട്ട് പ്രഡിക്റ്റ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു 10-12 മാർക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ ഒരു 10-12 മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇനി അപ്പം 30+ ഷുവർ ആണ്. ഇനി ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ, A+ന് വേണ്ടി പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ എടുക്കും. അതിൻ്റെ കൂടെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻറ്റഗ്രേഷൻ എന്ന ചാപ്റ്ററും ഫുൾ ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റിനും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻ എന്ന ചാപ്റ്റർ ഞാൻ ഫുൾ ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റിനും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഇൻറ്റഗ്രലും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റിനും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറൻസ് ഇക്വേഷൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ, ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവും കുറച്ച് ചെയ്തിട്ടുള്ളൂ, പ്രോബിലിറ്റിയും കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ വീഡിയോസ് അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഉള്ളൊരു പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. ഫുൾ മാർക്ക് വേണമെന്നുള്ളവർ അതും കൂടെ കണ്ടു പഠിച്ചോ. പാസ് മാർക്കുള്ളവർ ഈ ചാപ്റ്ററിൽ ഒന്നും വീഡിയോസിലോട്ട് പോകണ്ട, ഇത്രയും പഠിച്ചാൽ മതി. സമയങ്ങളുടെ ഇത്രയും നിങ്ങളെ കൊണ്ട് പറ്റൂ, ഇത്ര പഠിച്ചാൽ മതി. ബാക്കി A+ ഒരു 50 മാർക്ക് 40 മാർക്കൊക്കെ വാങ്ങിക്കണമെന്നുള്ളവർ ഡിഫറൻസിയേഷൻ്റെ ഫുൾ വീഡിയോ, ഇൻറ്റഗ്രേഷൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുക, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ദയവ് ചെയ്ത് മെറ്റീരിയൽ ആരും ചോദിക്കരുത്. മാത്സ് നോക്കി പഠിക്കാനുള്ള കഴിവൊന്നും അങ്ങനെ ജയിക്കാനിരിക്കുന്ന കുട്ടികൾക്കില്ല. അതൊക്കെ നന്നായിട്ട് A+ വാങ്ങിക്കുന്ന കുട്ടികൾ കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടി അവർക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി പാസ്സാകാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികൾ മെറ്റീരിയൽ ചോദിക്കരുത്, നിങ്ങൾ വീഡിയോ കണ്ട് പഠിക്കുക. കാരണം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾ പാസ് മാർക്കിന് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരുപാട് 10-100 സ്ഥലങ്ങളിൽ ഞാൻ ഇന്നലെ ഒരു കമൻറ്റ് ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞ സാർ നമുക്ക് പല ഗ്രൂപ്പിൽ നിന്നും 100ഓളം PDF കിട്ടുന്നുണ്ട്, ഇതിൽ ഏത് PDF നമ്മൾ നോക്കും. അതുകൊണ്ടാണ് പറയുന്നത്, മാത്സ് നിങ്ങൾ PDF നോക്കി പഠിക്കണ്ട. നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുക, വീഡിയോസ് കാണുക, നോട്ട് എഴുതുക, വീഡിയോ പൗസ് ചെയ്ത് വയ്ക്കുക, ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചെയ്ത് നോക്കുക. മനസ്സിലായോ? മാത്സ് ചെയ്ത് നോക്കിയാലേ പഠിക്കാൻ പറ്റൂ. വായിച്ചു നോക്കി പഠിക്കാൻ പറ്റില്ല. നിങ്ങളെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ നിങ്ങൾ തന്നെ ഇംപ്രൂവൈസ് ചെയ്യണം. ഇനി പറയരുത് CBSE കുട്ടികൾക്ക് അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയാണെന്നൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ എക്സാം ടഫ് ആയിരിക്കും. സോ യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ് ലെവൽ ഓഫ് എക്സാമിനേഷൻസ്. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് തന്നെ എക്സാമിന് പോകണം. അങ്ങനെ എക്സാം കഴിഞ്ഞ് എത്ര ടഫായാലും മാത്സ് എക്സാമിൻ്റെ അന്ന് വൈകുന്നേരം ഞാനൊരു വീഡിയോ ചെയ്യും, അതിൻ്റെ കമൻറ്റ് ഇങ്ങനെ ആയിരിക്കണം, സാർ എക്സാം ടഫായാലും വിഷയമില്ല, നമ്മൾ ജയിക്കും, നമുക്ക് മാർക്ക് കിട്ടും. അല്ല അയ്യോ എക്സാം ടഫായി എന്ന് സങ്കടപ്പെട്ട് ഇനി കമൻറ്റ് ചെയ്യരുത്. എത്ര ടഫായാലും നിങ്ങൾ നേരിടും എന്ന രീതിയിലൂടെ എന്താ എക്സാം എഴുതണം. അന്ന് വൈകുന്നേരം നിങ്ങൾ ആ കമൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു, സാർ എക്സാം ക്വസ്റ്റ്യൻ ടഫായിരുന്നു, പക്ഷെ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്കത് ഈസി ആയിരുന്നു എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ആ ഒരു കമൻറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ദയവേത് ഇത് പഠിക്കാം. ഇനി ഞാൻ ഒരിക്കലും പറയുന്നില്ല എൻ്റെ ചാനൽ നോക്കി തന്നെ ഇത് പഠിക്കണമെന്ന്. നിങ്ങൾക്ക് എങ്ങനെ വേണോ പഠിക്കാം. ഈ ചാപ്റ്റർ ഒന്ന് പഠിച്ചോളുക. ക്ലിയർ ആണേ? അപ്പം നമ്മൾ ഗ്രൂപ്പിലും ഇതിൻ്റെ ലിങ്ക് ഓരോ ചാപ്റ്റർ വൈസുള്ള ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സമയമുണ്ട്, ഇരുന്ന് പഠിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ +1 ഇമ്പ്രൂവ് ചെയ്യുന്ന കെമിസ്ട്രി ഇമ്പ്രൂവ് ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവർക്കുള്ള മെറ്റീരിയൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. കെമിസ്ട്രിയുടെ ഇട്ടുതരാം. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.